സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറെ അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ വിൽമോർ, സുനിത വില്യംസ് എന്നീ ബഹിരാകാശ യാത്രികർ 9 മാസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതായ വാർത്ത. കഴിഞ്ഞ 9 മാസത്തോളം ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ ബഹിരാകാശത്ത് അവർ ചിലവഴിച്ചു. തീർച്ചയായും ഇത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വായുവും വെള്ളവും ഒക്കെ എത്രമാത്രം വിലയേറിയതാണ് എന്നുള്ളത് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. എന്നാൽ ബഹിരാകാശത്ത് പോയിരിക്കുന്ന വ്യക്തികൾക്കറിയാം, വാസ്തവത്തിൽ അവർ ശ്വസിച്ച വായുവിൻ്റെയും അവരുപയോഗിച്ച മറ്റ് സാധന സാമഗ്രികളുടെയും ഒക്കെ വില എത്രമാത്രം വലുതാണ് എന്നുള്ളത്. ബഹിരാകാശത്ത് അവർ താമസിച്ച 9 മാസക്കാലത്തെ അനുഭവങ്ങളെ സംബന്ധിച്ച് വിൽമോറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായ സാക്ഷ്യം വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് എല്ലാം ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളതത്രേ. 9 മാസക്കാലം ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ കണ്ടുകൊണ്ട് ആ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ച ഈ ശാസ്ത്രജ്ഞർ കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ അപ്രമേയത്തെ അംഗീകരിക്കുന്നു, ദൈവം ചെയ്ത വൻകാര്യങ്ങളെപ്പറ്റി അത്ഭുതകരമായി സംസാരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ലോകരക്ഷിതാവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. സ്പേസ് എങ്ങനെയാണെന്നോ, അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നോ, അവിടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്ത സാധാരണ മനുഷ്യർ ഭൂമിയിലിരുന്നു കൊണ്ട് ദൈവമില്ല എന്നും ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ദൈവം ഉണ്ടായിട്ടില്ല എന്നുമൊക്കെ വളരെ വാശിയോടുകൂടെ വാദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നുകയാണ്. കഴിഞ്ഞ 9 മാസക്കാലം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി യാതൊരു ഭാരവും തോന്നാത്തൊരു അന്തരീക്ഷത്തിൽ ബഹിരാകാശ നിലയത്തിൽ മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സാമീപ്യം ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്ന ശാസ്ത്രജ്ഞർ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, എല്ലാം ദൈവമാണ് ചെയ്യുന്നത്, ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നവർ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ വാസ്തവത്തിൽ ഇതൊന്നും അറിയാത്ത മനുഷ്യരാണ് ദൈവമില്ല എന്ന് വിളിച്ചു പോകുന്നത് എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. ലോകത്തെ തന്നെ മാറ്റിമറിച്ച അനേക കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുള്ള വളരെ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞർ ദൈവവിശ്വാസികളായിരുന്നു. അവർ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങൾ അനുഭവിക്കുന്ന ജനം പറയുകയാണ് ദൈവമില്ല എന്നുള്ളത്. മാത്രമല്ല, അവർ നിരത്തുന്നതായ തെളിവുകൾ എന്ന് പറയുന്നത് വിശ്വാസികളായ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചതായ കണ്ടുപിടുത്തങ്ങളുമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ മൈക്കൽ ഫാരഡെ, സർ ഐസക് ന്യൂട്ടൺ, ഗലീലിയോ ഗലീലി, ഗ്രിഗർ മെൻഡൽ, അങ്ങനെ തുടങ്ങിയ ധാരാളം ലോകപ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാർ വളരെ വലിയ ദൈവവിശ്വാസികളായിരുന്നു. അവരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ അവർ ഉറപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവരുടെ കണ്ടുപിടുത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവമില്ല എന്ന് വാദിക്കുവാൻ അല്ലാത്ത മനുഷ്യരൊക്കെ വളരെ വലിയ പരിശ്രമം നടത്തുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വളരെയധികം സ്പഷ്ടമാണ്, ലോകപ്രസിദ്ധരായ ശാസ്ത്രകാരന്മാർ പോലും ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുന്നു. വലിയവനായ ദൈവം സകല അഖിലാണ്ടത്തെയും നിർമ്മിച്ച സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അവൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ വലിയവനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് അയച്ചു. അവിടുന്ന് സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അത് ദൈവം തന്നെ നടത്തിയ ഒരു വലിയ യാഗമായിരുന്നു. അതിനെ ഏകയാഗം എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അതിനോട് തുലനപ്പെടുത്തുവാൻ മറ്റൊരു യാഗവുമില്ലായിരുന്നു. ആ യാഗത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം, പരിശുദ്ധമായ രക്തം സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ ഒഴുക്കി. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. താമസം വിന തന്നിൽ വിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരെ ചേർക്കുവാൻ അവിടുന്ന് വേഗം വരുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുന്നു. അല്ലാത്തവർ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവരക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ അവകാശിയായി തീർന്ന് ദൈവമക്കളായി സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല.
സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല.